السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ശീലവും ആരോഗ്യം നിലനിർത്തുന്നതിനും ശരീരത്തെ ഉന്മേഷത്തോടുകൂടി നിലനിർത്തുന്നതിനും വേണ്ടി അങ്ങയുടെ സ്ഥിരമായ രീതി എന്തായിരുന്നു? അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹം ഒരിക്കലും അലസനായിരുന്നില്ല, മറിച്ച് അങ്ങേയറ്റത്തെ പരിശ്രമശാലിയായിരുന്നു. ഏകാന്തത വളരെയധികം ഇഷ്ടപ്പെടുമായിരുന്നു എങ്കിലും അധ്വാനത്തെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. എല്ലായ്പ്പോഴും ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. അങ്ങേക്ക് ഏതെങ്കിലും ഒരു യാത്ര പോകേണ്ടി വരുമ്പോൾ യാത്ര ചെയ്യാനുള്ള കുതിരയെ വേലക്കാരന്റെ കൈവശം ആദ്യമേ പറഞ്ഞേക്കും. അവിടുന്ന് കാൽനടയായി 20-30 മൈൽ യാത്ര ചെയ്ത് ലക്ഷ്യത്തിൽ എത്തും. എന്നല്ല, അധിക സമയവും അവിടുന്ന് കാൽനടയായാണ് യാത്ര ചെയ്തിരുന്നത്. വാഹനത്തിൽ അല്പം മാത്രമാണ് കയറിയിരുന്നത്. ഈ ശീലം, അതായത് നടക്കുന്ന ശീലം, അങ്ങയുടെ അവസാന പ്രായം വരെ ഉണ്ടായിരുന്നു. 70 കടന്ന പ്രായത്തിൽ ചില കഠിന രോഗങ്ങളും അങ്ങേക്ക് ഉണ്ടായിരുന്നു. അധികം എല്ലാ ദിവസവും കാറ്റുകൊള്ളുന്നതിനായി പോകാറുണ്ടായിരുന്നു. 4-5 മൈൽ ദിവസവും നടന്നു വരുമായിരുന്നു. ചില സമയത്ത് 7 മൈൽ കാൽനടയായി നടക്കാറുണ്ടായിരുന്നു. വാർദ്ധക്യത്തിനു മുമ്പുള്ള അവസ്ഥ അവിടുന്ന് വിവരിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് സുബഹി നമസ്കാരത്തിനു മുമ്പ് എഴുന്നേറ്റ് നടക്കാൻ പുറപ്പെടുമായിരുന്നു. വഡാലയിൽ എത്തി വഡാല ബട്ടാല റോഡിലെ കാദിയാനിൽ നിന്ന് ഏകദേശം 7.5 മൈൽ ദൂരത്തിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെ എത്തുമ്പോഴായിരിക്കും സുബഹി നമസ്കാരത്തിന്റെ സമയമാവുക. ഈ മാതൃകയാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് വഖഫെ ജിന്ദഗികൾക്ക് അവരിൽ ജമാഅത്തി സേവനത്തിന്റെ ജോലിയാണുള്ളത്. അതിൽ മുറബ്ബിമാരുടെ സ്ഥാനമാണ് ഒന്നാമതായുള്ളത്. തങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും പരിശ്രമ ശീലം ഉണ്ടായിത്തീരുന്നതിനും വേണ്ടി വ്യായാമം അല്ലെങ്കിൽ നടക്കുന്നതിന്റെ സ്ഥിരമായ ശീലം ഉണ്ടാക്കിയെടുക്കുക. നടക്കാൻ സാധ്യമല്ല എങ്കിൽ സമയം കുറവ് കാരണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ കുറച്ചു സമയം വ്യായാമത്തിനായി നിർബന്ധമായും കാണേണ്ടതാണ്. ചില മുറബ്ബിമാർ, ഇപ്പോൾ അവർ യുവാക്കളാണ്, അവരുടെ ശരീരം അവർ വ്യായാമം ചെയ്യാറില്ല എന്ന് പറഞ്ഞു തരുന്നു.
ചോദിക്കുമ്പോൾ പറയുന്നു, जब पूछो വ്യായാമം ചെയ്യാറുണ്ട്, കുറച്ചു കാലമായി ചെയ്യാറില്ല. कहते थे कुछ अरसे से छोड़ी हुई. എത്രത്തോളം വലിയ ജോലിയാണോ जितने बड़े हम നമ്മുടെ മുബല്ലിഗീങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്, हमारे मुबल्लिगीन മുറബ്ബിമാർക്ക് മേലുള്ളത്, के स्पुर्द हैं. അവർ തങ്ങളെ उन्हें अपने आप സ്വയം ഉന്മേഷം ഉള്ളവരും और सेहतमंद रखने के लिए ആരോഗ്യമുള്ളവരും ആക്കി തീർക്കുന്നതിനു വേണ്ടി വ്യായാമത്തിലേക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പുറത്തുള്ള ജാമ്യകളിലെ മുറബ്ബിമാർ जामियात के തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുറച്ചുകാലം मुकम्मल करके ട്രെയിനിങ്ങിനു വേണ്ടി റബോയിലേക്ക് പോകുന്നു. ट्रेनिंग के लिए അവിടെ അവരുടെ ആരോഗ്യ ചെക്കപ്പ് നടക്കുന്നു. उनके तिबी मुआयने भी होते हैं. ഡോക്ടർ നൂറി സാഹിബ്, അദ്ദേഹം അവിടെ ഹൃദയത്തിന്റെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം എനിക്കെഴുതി, മാഷാ അല്ലാ, എല്ലാവിധത്തിലും വളരെ നല്ല മുറബ്ബിമാരാണ്. എന്നാൽ അവരിൽ ഒരുപാട് പേർ लेकिन इनमें बहुत തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അപകടകരമായ ഭാരം ഉള്ളവരാണ്. खतरनाक हद तक जायद അവർ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. इनको इस तरफ तवज्जो देनी चाहिए. പ്രവർത്തന മൈതാനത്തിൽ പോയാൽ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധക്കുറവ് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നു. लिहाज से अपनी तवज्जो का शिकार हो जाते हैं. ഒന്നാമതായി നമ്മുടെ മുറബ്ബിമാരും വഖഫെ സിന്ദഗികളും ഏതെങ്കിലും इन्हें जिंदगी को വിധത്തിലുള്ള വ്യായാമം ആരംഭിക്കേണ്ടതാണ്. രണ്ടാമതായി ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ इन मगरबी ममालिक ആരോഗ്യകരമല്ലാത്ത ഭക്ഷണവും പൊതുവായിട്ടുള്ളതാണ്. खुदा भी बड़ी आम അതിനെ ഇവർ സ്വയം ജങ്ക് ഫുഡ് എന്നാണ് പറയുന്നത്. ये लोग खुद भी ഇതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. इससे परहेज करना चाहिए. ഈ കാര്യവും ശ്രദ്ധിക്കുക. बस इसका भी ख्याल रखें. ആരെങ്കിലും ഒറ്റക്കാണ് എങ്കിൽ ഇത്ര സമയം എന്തായാലും ലഭിക്കും. ഏതെല്ലാം മിഷൻ ഹൗസുകളിലാണോ जहाँ जहाँ കുടുംബം കൂടെ ഇല്ല എങ്കിൽ കുറച്ചു സമയം ഭക്ഷണം പാകം ചെയ്യാനും മുറബ്ബിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. मुरब्बी को होना चाहिए. ഏതായിരുന്നാലും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞാൻ കേവലം നിങ്ങളെ ഉപദേശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ സ്വയം സ്ഥിരമായി വ്യായാമം ചെയ്യാറുണ്ട്. സൈക്കിൾ എക്സസൈസോ മറ്റേതെങ്കിലും മെഷീനുകളിലോ. या दूसरी मशीनों पर ഇതുവരേക്കും അള്ളാഹു തൗഫീക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും നമുക്ക് बहरहाल ആരോഗ്യമുള്ള വാഖഫെ സിന്ദഗികളും മുറബ്ബിമാരുമാണ് വേണ്ടത്. इन्हें जिंदगी और ഈ അർത്ഥത്തിൽ അവർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അശ്രദ്ധരും അലസരും ആകാൻ പാടില്ല. लापरवाह തങ്ങളുടെ ജോലി ഉന്നതമായ നിലയിൽ ചെയ്യാൻ സാധിക്കുന്നതിനു വേണ്ടി काम को आसन रंग में सरंजाम दे सके. മറ്റൊരു സംഭവം ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടത് इस्लाम ഹസ്രത്ത് മുസ്ലിം മൗദ് വിവരിച്ചിട്ടുണ്ട്. मुस्लिम ഇന്ന് ലൗഡ് സ്പീക്കർ മുഖേന നാം നമ്മുടെ ശബ്ദം എല്ലായിടത്തും എത്തിക്കുന്നു. आवाज അതുകാരണം നമ്മളിൽ ഒരുപാട് പേർക്ക് ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്ന ശീലം ഇല്ല. ज्यादा ऊंचा बोलने की അല്ലെങ്കിൽ ഒരു പരിധിവരെ മാത്രമേ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രാസംഗികന്മാർ, മുറബ്ബിമാർ वायजीन है. ചില സമയത്ത് പ്രവർത്തന മൈതാനത്ത് പോകുമ്പോൾ തബ്ലീഗ് ചെയ്യേണ്ടതായി വരുമ്പോൾ അവരും ഓർക്കേണ്ടതാണ്, അവർ ഉറക്കെ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ സൗണ്ട് സിസ്റ്റം ലഭിക്കുകയില്ല, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ. खासतौर पर गरीब ममालिक में പഴയ കാലത്ത് ശബ്ദം എത്തിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നില്ല. आवाज पहुंचाने का ജനക്കൂട്ടത്തിന് ശബ്ദം എത്തിക്കുന്നതിനു വേണ്ടി വളരെയധികം പരിശ്രമിക്കേണ്ടതായി വരുമായിരുന്നു. बड़ी कोशिश വളരെ പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശബ്ദം ഉയർത്താൻ വേണ്ടി ആളുകൾ പ്രാക്ടീസും ചെയ്യുമായിരുന്നു. की आवाज ऊंची कर. ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം हज़रत मसीह मौद अलैहिस्सलातु वस्सलाम പൊതുവായ അവസ്ഥയിൽ आम हालात വളരെ ചെറിയ ശബ്ദത്തിലാണ് അഭിസംബോധന ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ ലോകത്തിന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുള്ളപ്പോൾ की तालीम से ആ സമയത്ത് അങ്ങയുടെ അവസ്ഥ ഏതു വിധത്തിലായിരുന്നു? आपकी क्या അതിന്റെ ഒരു ചിത്രം ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം വിവരിക്കുന്നു. इतरान हो रही हैं. ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ലാഹോറിൽ പ്രസംഗിക്കുന്നതിനായി എഴുന്നേറ്റ് നിന്നപ്പോൾ ലാഹോറിലെ ഏറ്റവും വിശാലമായ ഹാൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. लेक्चर देना था. ലെക്ചർ നൽകേണ്ടിയിരുന്നു.
ഇത്രമാത്രം ജനക്കൂട്ടമുണ്ടായിരുന്നു. വാതിലുകൾ തുറക്കപ്പെട്ടു, എന്നല്ല പുറത്ത് പന്തലുകളിട്ടു. അതും ശ്രോതാക്കളെ കൊണ്ട് നിറഞ്ഞു. और वो भी सामने പറയുന്നു, തുടക്കത്തിൽ സാധാരണ നിയമമനുസരിച്ച് तो जैसा कि आम कायदा है आपकी आवाज जरा मध्यम थी और അങ്ങയുടെ ശബ്ദം അല്പം കുറവായിരുന്നു. ചിലയാളുകൾ അല്പം ഒച്ചപ്പാടും ഉണ്ടാക്കി. എന്നാൽ പിന്നീട് അവിടുന്ന് സംസാരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ആരോ കാഹളം ഊതുന്നത് പോലെ തോന്നുമായിരുന്നു. ആളുകൾ ഭയചകിതരായി ഇരിക്കുകയായിരുന്നു. പറയുന്നു, ശബ്ദത്തിന്റെ ഉയർച്ച ദീനീ സേവനത്തിന് വേണ്ട പ്രധാന दीनी खिदमत के लिए कि അവസ്ഥയാണ്. ചില സമയത്ത് ദീനീ സേവനത്തിനായി ശബ്ദം ഉയർത്തേണ്ടതായി വരുന്നു. के लिए आवाज को बुलंद करना पड़ता है। അതുകൊണ്ട് ആരിലാണോ ഈ ജോലി അർപ്പിച്ചിരിക്കുന്നത് അവർ ഈ കാര്യത്തിലേക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. देनी चाहिए खास तौर पे। ചില സമയത്ത് ചിലയാളുകൾ दफा വലിയ വ്യാകുലത പ്രകടിപ്പിക്കുന്നു. बड़ी फिक्र का इजहार ഞങ്ങളുടെ നന്മയുടെ അവസ്ഥ എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കുകയില്ല. വലിയ ചിന്ത ഞങ്ങൾക്കുണ്ട്. बड़ी फिक्र है। ഈ ഒരർത്ഥത്തിൽ ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. മനുഷ്യൻ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. इंसान अपना जायजा എന്നിൽ നന്മയുടെ കുറവിന്റെ അവസ്ഥ के അല്ലെങ്കിൽ നന്മയിലും ये हालत जो ഇബാദത്തിലും മുമ്പുണ്ടായിരുന്ന താല്പര്യം कि मैं അതിൽ കുറവുണ്ടായിരിക്കുന്നു. शौक पहले था, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ये जायजा लेता रहे कि ഇത് എന്തുകൊണ്ടുണ്ടായി? ഈ ഒരു ചിന്തയുണ്ടായ കാരണം ഇത് അധികം ഇനി നിലനിൽക്കരുത്. അതിനുള്ള ചികിത്സയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഏതായിരുന്നാലും ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. എന്നാൽ ചില സമയത്ത് ഇങ്ങനെയും നടക്കുന്നു. दफा ये भी होता है। ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിന്മ ആയിരിക്കുകയില്ല, बुराई नहीं होती മറിച്ച് बल्कि കൂടുതൽ नेकी നന്മയുടെയും കുറഞ്ഞ നന്മയുടെയും അവസ്ഥ नेकी और कम नेकी की तरफ आदत का जो അത് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. वो റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും ഒരാൾ വന്നു. അങ്ങയുടെ ഒരു സഹാബി വന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ മുനാഫിക്കാണ്. ഞാൻ താങ്കളോടൊപ്പം മജ്ലിസിൽ ഇരിക്കുമ്പോൾ मैं जब आप എന്റെ അവസ്ഥ മറ്റൊന്നായിരിക്കും. താങ്കളുടെ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എന്റെ അവസ്ഥ മറ്റൊന്നായിരിക്കും. അതായത് നന്മയുടെയും ഹൃദയവിശുദ്ധിയുടെയും की और दिली അവസ്ഥ താങ്കളുടെ സഹവാസത്തിലേതുപോലെ ആയിരിക്കുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് തന്നെയാണ് വിശ്വാസിയുടെ അവസ്ഥയും. നീ മുനാഫിക്കല്ല. तो मुनाफिक नहीं हो। റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ हाँ हजरत സഹവാസത്തിന്റെ സ്വാധീനം പ്രകടമാണ്. അങ്ങയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയും सोबत ने वो असर तो डालना സുഹബത്തും और डाला। ആ സ്വാധീനം ഉണ്ടാക്കണമായിരുന്നു. അതുണ്ടാക്കി. അങ്ങയുടെ കൂടെ സഹവസിക്കുന്നവർ दिल के वो आंख होकर बैठते थे। ഏതൊരു വിശുദ്ധ ഹൃദയരാണോ അങ്ങയോടൊപ്പം ഇരുന്നിരുന്നത്, പഠിക്കാനായി ഇരുന്നിരുന്നത്, അള്ളാഹുമായുള്ള ബന്ധത്തിൽ സ്ഥാനം ഉയർത്തുന്നതിനു വേണ്ടി ഇരുന്നിരുന്നത്, അവരിൽ സ്വാധീനം ഉണ്ടാകുമായിരുന്നു. जाके പിന്നീട് പുറത്തു പോകുമ്പോൾ അതിൽ കുറവും ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഏതായിരുന്നാലും ആ സഹാബിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടായിരുന്നു, ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിന്തയുണ്ടായത്. നന്മയിലുള്ള കുറവിന്റെ അവസ്ഥ ഒരിക്കലും അത് നീണ്ടുപോകരുത്. അങ്ങനെയായി മെല്ലെ മെല്ലെ എന്നെ ദീനിൽ നിന്ന് ദൂരപ്പെടുത്തരുത്. എന്റെ ഉള്ളിൽ ഒരു വിധത്തിലുള്ള മുനാഫിക്കത്തും ഉണ്ടാകരുത്. ഈ ഒരു ചിന്തയാണ് സഹാബാക്കൾക്കുണ്ടായിരുന്നത്. ये सोच थी। ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ और जब ये एहसास होता है പിന്നീട് മനുഷ്യൻ ദുആയും ഇസ്തിഗ്ഫാറും കൊണ്ട് തന്റെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നു. अपनी हालत बेहतर करने की तरफ तो ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വിവരിച്ചുകൊണ്ട് जलान होने ഒരു സ്ഥലത്ത് പറയുകയുണ്ടായി. करते हुए ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു, हज़रत मसीह मौद अलैहिस्सलातु ചില കുട്ടികളുടെ ആരോഗ്യം പൊതുവിൽ മാതാക്കളുടെ ഊഹം കാരണം ശരിയായി നിലനിൽക്കും. माओं के वहम की वजह से ठीक रहती है। കുട്ടിക്ക് അല്പം പ്രയാസം ഉണ്ടായാൽ മാതാവ് അത് അങ്ങേയറ്റമായി കാണുന്നു. എന്താണ് സംഭവിച്ചതെന്ന് കരുതുന്നു. അതിന്റെ ഫലം ഇതായിരിക്കും, മാതാവ് ശ്രദ്ധയോടുകൂടി കുട്ടിയെ ചികിത്സിക്കുന്നു. उसका तवज्जो से इलाज കുട്ടി
രോഗത്തിന് അടിമപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നു. मुजम्मन होने हो जाने से കൂടുതൽ വർദ്ധിക്കുന്നതിൽ നിന്ന് കൂടുതൽ അപകടകരമായി തീരുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ചില മാതാക്കൾ ഉണ്ടായിരിക്കും, आजमाएं ऐसी होती हैं അവർക്ക് കുട്ടികളുടെ രോഗത്തെക്കുറിച്ചുള്ള അറിവ് അപ്പോഴായിരിക്കും ഉണ്ടാവുക എപ്പോഴാണോ രോഗം അപകടകരമായ രൂപം കൈവരുന്നത്, ചികിത്സ പ്രയാസകരമായി തീരുന്നത്. मुश्किल हो जाता है। ചുരുക്കത്തിൽ മാതാവിന്റെ സംശയവും കുട്ടിയുടെ ആരോഗ്യത്തിനായി വളരെയധികം പ്രയോജനകരമായിരിക്കും. फरमाते हैं ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, മാതാവിന്റെ സംശയം പോലും കുട്ടിയുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനകരമായിരിക്കും. ഇതുപോലെ തങ്ങളുടെ कि शायद അസ്തിത്വത്തിനെ കുറിച്ച് ഇത്തരത്തിലുള്ള സംശയം ഒരുപക്ഷെ അത് नीयत का जहाँ तक ताल्लुक है ഒരു രോഗം അല്ലായിരിക്കാം, വളരെ പ്രയോജനകരമാണ്. ഉദാഹരണമായി औलाद में कमी पैदा होती है, किसी नेक ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം അഥവാ ആത്മീയതയിൽ കുറവുണ്ടായാൽ के मेरे में बिल्कुल मैं दूर तो नहीं हट रहा खुदा ताला से, तो ऐसा वहम भी मुफीद होता है। ആരാധനയിൽ കുറവുണ്ടായാൽ, ഏതെങ്കിലും നന്മ പ്രവർത്തിക്കുന്നതിൽ കുറവുണ്ടായാൽ, താൻ അള്ളാഹുവിൽ നിന്നും ദൂരപ്പെടുന്നുണ്ടോ എന്ന സംശയം ഉണ്ടായാൽ, उस हमले से महफूज कर लेता है। അത്തരം സംശയങ്ങളും പ്രയോജനപ്രദമായിരിക്കും. പറയുന്നു, അതുപോലെ മനുഷ്യൻ അപകടത്തെ നേരിടാനായി തയ്യാറെടുക്കുന്നു, തന്നെ സ്വയം ആ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതനായി വെക്കുന്നു. യഥാർത്ഥത്തിൽ നന്മയിൽ മുന്നേറുന്നവർ, തങ്ങളുടെ അവസ്ഥകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് സ്ഥാപിക്കുന്നവർ, അതിനനുസരിച്ച് നിലനിർത്തുന്നവർ മാതാവിനെ പോലെ വ്യാകുലചിത്തരായിരിക്കുന്നവരായിരിക്കും. അവരുടെ നമസ്കാരങ്ങളിലും ദുആകളിലും ഉള്ള കുറവ് नमाजों में दुआओं में कमी അവരുടെ ഏതെങ്കിലും ബലഹീനതയും പാപവും കാരണമാണോ എന്നവർ വിചാരിക്കുന്നു. അതുകാരണം ചികിത്സയില്ലാത്ത ആത്മീയ രോഗികളായി അവർ മാറുമോ, न बना दे ആരുടെ രോഗമാണോ വളരെയധികം വ്യാപിച്ചിരിക്കുന്നത് എന്നവർ ഭയക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അവർ അത്തരം സൗഭാഗ്യവാന്മാരായിരുന്നു. वो खुशकिस्मत थे। അവർ തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലചിത്തരാകുമ്പോൾ അങ്ങയുടെ സുഹബത്തിലേക്ക് പോകുമായിരുന്നു. तो आपकी सोबत പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി കൊണ്ട് തങ്ങളുടെ ചികിത്സ നടത്തുമായിരുന്നു. എന്നാൽ നമുക്ക് ഈ ചിന്തയിൽ നിന്നുകൊണ്ട് इस फिक्र में रहते തങ്ങളുടെ ഇബാദത്തുകളും ദുആകളും अपनी बातों दुआओं और इस्तिग़फ़ार के ഇസ്തിഗ്ഫാറിന്റെ മാർഗവും എല്ലായ്പ്പോഴും നിലനിർത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഈ മാർഗത്തിലൂടെ തങ്ങളുടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. അഥവാ നമുക്ക് സംശയം തന്നെ ഉണ്ടെങ്കിൽ हमारा वहम भी हो, ആ സംശയം അശ്രദ്ധയേക്കാൾ എത്രയോ നല്ലതാണ്. लापरवाही की निस्बत ആ അശ്രദ്ധയേക്കാൾ നല്ലതാണ്. हम खुदा ताला കാരണം ചില സമയത്ത് അത്തരം അശ്രദ്ധ അള്ളാഹുവിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്നു. क्योंकि बाज़ दफ़ा ऐसा होता है कि लापरवाही खुदा ताला പിന്നീട് ले जाती है, മെല്ലെ മെല്ലെ നാം ദീനിൽ നിന്നും ദൂരേക്ക് പോകുന്നു. दीन से भी हम दूर हट जाते हैं। ചികിത്സിക്കാൻ സാധിക്കാത്ത ആത്മീയ രോഗിയായിത്തീരുന്നു. रूहानी मरीज बन जाते हैं। ഈ ഒരർത്ഥത്തിൽ വളരെയധികം ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ इतलान हो एक दफ़ा ഈ വിഷയം വിവരിക്കുകയായിരുന്നു. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ബന്ധം സഹജാവബോധവുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം, ആരുടെയെങ്കിലും വീട്ടിൽ വിവാഹം ആണെങ്കിൽ അയാൾ വിവാഹത്തിന്റെ സന്തോഷത്തിനു വേണ്ടി की खुशी के लिए അഥവാ കടം വാങ്ങേണ്ടി വന്നാലും കടം വാങ്ങി അയാൾ സന്തോഷിക്കാൻ ശ്രമിക്കുന്നു. तो कर्ज लेकर वो അയാളുടെ ബന്ധുക്കളും ആ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു. और उसके करीबी എന്നാൽ ആർക്കാണോ അയാളുമായി ഒരു ബന്ധം തന്നെ ഇല്ലാത്തത്, उससे कोई അവരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സന്തോഷം അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ സന്തോഷം, या उससे അതിനായി തങ്ങളെ പ്രയാസത്തിൽ അകപ്പെടുത്തുന്നത്, കടം വാങ്ങുന്നത്, ഇതിന് ഒരു വിലയും ഉണ്ടാവുകയില്ല. അവർക്ക് ഇതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടായിരിക്കുകയില്ല. ആരെങ്കിലും സന്തോഷിക്കുകയോ സന്തോഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, കടം വാങ്ങി സന്തോഷിക്കട്ടെ, അല്ലാതെ സന്തോഷിക്കട്ടെ. അതേപോലെ ഒരാൾ അയാൾ തന്റെ കുടുംബത്തിന്റെ സംരക്ഷകനാണെങ്കിൽ അഥവാ അയാൾ മരിച്ചാൽ വീട്ടിൽ വലിയ ദുഃഖം ആയിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് അവർക്ക് അയാളുമായി ഒരു ബന്ധവും ഇല്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണത്തിന് ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. होना कोई हैसियत नहीं रखता। ആയിരക്കണക്കിന് ആളുകൾ ദിവസവും മരിക്കുന്നു.
മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, വാർത്തകൾ വരുന്നു. എന്നാൽ इतलाएं आती हैं, ഏതൊരാളെയാണോ നാം അറിയാത്തത് അവരെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിട്ടും അതിന്റെ ഫീലിംഗ് ഉണ്ടാവുകയില്ല. उनका എന്നാൽ തങ്ങളുടെ സ്വന്തം ഏതെങ്കിലും ബന്ധു മരിക്കുമ്പോൾ अगर कोई വളരെ വലിയ തോതിൽ അതിന്റെ ഫീലിംഗ് അനുഭവപ്പെടുന്നു. फिर बाद ऐसे ചിലരുണ്ട്, അവർ ആളുകൾക്ക് വളരെയധികം പ്രയാസത്തിന് കാരണക്കാരായിരിക്കും. बने होते हैं, അക്രമിയായ കൊള്ളക്കാരൻ, തീവ്രവാദി മുതലായവർ. അവർ മരിക്കുന്നത് കൊണ്ട് ഒരു കൂട്ടർക്ക് ദുഃഖത്തിന് പകരം സന്തോഷമാണ് ഉണ്ടാവുക. എന്നാൽ അവരുടെ ബന്ധുക്കൾക്ക് അതിന്റെ ദുഃഖവും ഉണ്ടാകും. उनके करीबियों को ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഈ ഫീലിംഗ്സിന്റെ കാര്യം അത്ഭുതകരമാണ്. एहसासात का അതിൽ ചിന്തിക്കുന്നതിലൂടെ അത്ഭുതകരമായ അവസ്ഥ ഉണ്ടായിത്തീരുന്നു. अजीब कैफियत ഒരു കാര്യം ഒരാൾക്ക് സന്തോഷത്തിന്റെ നിമിഷവും സമാധാനത്തിന്റെ കാരണവുമായിരിക്കുമ്പോൾ और राहत, മറ്റൊരാൾക്ക് ദുഃഖത്തിന്റെ സ്വാധീനമാണ് ഉണ്ടാക്കുക. मगर दूसरे के लिए मातम ഒരുപാട് പേർ മരണത്തിലും ഉണ്ടാവും, അവർക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിലോ ദുഃഖത്തിലോ പങ്കുണ്ടാവുകയില്ല. പറയുന്നു, ഈ വിഷയം എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരൊറ്റ വാചകത്തിലാണ് മനസ്സിലാക്കി തന്നത്. फिक्रे में सिखाया था। പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥിരമായി പത്രം വായിക്കാറുണ്ടായിരുന്നു. अखबार पढ़ा करते थे, ഇതും ദീനിന്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള നമ്മുടെ ആളുകൾക്ക് ഈ ഒരു പാഠവും ഉണ്ട്. അവർ സ്ഥിരമായി പത്രം വായിക്കേണ്ടതാണ്, ചെറിയ ചെറിയ വാർത്തകളും നോക്കേണ്ടതാണ്. ഏതായിരുന്നാലും പറയുന്നു, उनको भी देख लेना चाहिए। അവിടുന്ന് സ്ഥിരമായി പത്രം വായിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം 1907 കാര്യമാണ്. 1907 की बात है। പത്രം വായിച്ചുകൊണ്ടിരിക്കെ എന്നെ വിളിച്ചു. अखबार महमूद, मुझे आवाज दी। ഈ വിളി ये आवाज इस तरह दी, ഏതോ ഒരു പെട്ടെന്നുള്ള ജോലിക്ക് വിളിക്കുന്നത് പോലെയാണ് വിളിച്ചത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിം മൗദിനെ വിളിച്ചു. ആ വിളി ഏതോ ഒരു പെട്ടെന്നുള്ള ജോലിക്ക് വിളിക്കുന്നത് പോലുള്ള വിളിയായിരുന്നു. പറയുന്നു, ഞാൻ ഹാജരായപ്പോൾ അവിടുന്ന് എനിക്ക് വാർത്ത കേൾപ്പിച്ചു. ഒരാൾ, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അയാൾ മരിച്ചിരിക്കുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് എനിക്കെന്താണ്? इसके घर ഹദ്റത്ത് സാഹിബ് പറഞ്ഞു, ഇയാളുടെ വീട്ടിൽ ദുഃഖമായിരിക്കും. നീ ചോദിക്കുകയാണ് എനിക്കെന്താണ് എന്ന്. ഇതിനുള്ള കാരണം എന്താണ്? ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇതിനുള്ള കാരണം എന്താണ്? കാരണം ഇതാണ്, असर नहीं होता। ആരുമായിട്ടാണോ ബന്ധം ഇല്ലാത്തത് അവരുടെ ദുഃഖത്തിന്റെ സ്വാധീനം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും സന്തോഷത്തിന്റെ കാര്യമാണെങ്കിൽ സന്തോഷത്തിന്റെ സ്വാധീനം ഉണ്ടാവുകയില്ല. ഈ കാര്യം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിച്ചപ്പോൾ ഇത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മിയാ അബ്ദുസ്സലാം സാഹിബിന്റെ നിക്കാഹിന്റെ അവസരത്തിലാണ് വിവരിച്ചത്. പിന്നീട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് തന്റെ വികാരാവേശം ഇപ്രകാരം പ്രകടിപ്പിച്ചു, അഥവാ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ജീവിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു, സ്വയം എത്രയധികം ദുആ ചെയ്യുമായിരുന്നു. ഇത് കാരണം മറ്റുള്ളവർക്കും എത്രയധികം ദുആ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും. പറയുന്നു, ഈ അവസരവും ഈ ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേകമായ ചലനം ഉണ്ടാക്കുന്നു. हमारे दिलों में खास ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ ബന്ധുവിന്റെ സന്തോഷത്തിന്റെ അവസരമാണ് എങ്കിൽ അത് പ്രത്യേകം ചലനമുണ്ടാക്കുന്നു. ഈ ചിന്ത പ്രത്യേകം സ്വാധീനം ഉണ്ടാക്കുന്നു. എപ്രകാരമാണ് खास हरकत पैदा നമ്മുടെ ആ പ്രിയപ്പെട്ടയാൾ തന്റെ ബന്ധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. हमारे अपने करीबियों के लिए दुआ करता होगा। പറയുന്നു, हैं कि इस ഈ കാര്യം സന്തോഷത്തിന്റെ തിരമാലയായി നമ്മുടെ അടിമുതൽ മുടിവരെ അലയടിക്കുന്നു. ഈ കാര്യം ഓർക്കേണ്ടതാണ്. इस बात को നമുക്ക് നന്മ ചെയ്തവരോടും അവരുടെ മക്കൾക്കും വേണ്ടി പ്രത്യേകിച്ചും ദുആ ചെയ്യേണ്ടതാണ്. के लिए സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും അവസരത്തിൽ അതിനെ അറിയേണ്ടതാണ്. गमी के मौके में उनको महसूस कर ജമാഅത്ത് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവായ നിലയിലും നമ്മുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രകടനം ഉണ്ടാകേണ്ടതാണ്. കാരണം ജമാഅത്തും ഒരൊറ്റ അസ്തിത്വമാണ്. ഈ ചിന്ത നാം എല്ലാ ജമാഅത്ത് അംഗങ്ങളുടെയും വേദനയും സന്തോഷവും തിരിച്ചറിയുമ്പോഴായിരിക്കും ഉണ്ടാവുക. को और उसकी खुशी को महसूस भी करें। ഈ ഒരു കാര്യമാണ് ജമാഅത്തിൽ ഐക്യം ഉണ്ടാക്കുന്നതിനുള്ള മാർഗം. जो जमात में इकाई पैदा करने का भी जरिया है। ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ അനുസരണത്തിന്റെ ഒരു സംഭവം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു. मुस्लिम और പറയുന്നു, ഹദ്റത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. मुझे याद
അദ്ദേഹം അബ്ദുൽ ഹക്കീം മുർത്തദ് പട്യാലവിയുമായി അയാൾ അഹമ്മദിയായിരുന്നപ്പോൾ അയാളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അയാളും അദ്ദേഹവുമായി വളരെയധികം ബന്ധം വെച്ചിരുന്നു. ഏതുവരെ എന്നാൽ അയാൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അന്നേരവും അയാൾ ഇത് തന്നെ എഴുതിയിരുന്നു. അദ്ദേഹത്തിന്റെ ജമാഅത്തിൽ, അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ മൗലവി നൂറുദ്ദീൻ സാഹിബിനെ കൂടാതെ സഹാബാക്കളുടെ മാതൃകയിലുള്ള ഒരൊറ്റയാളും ഇല്ല. ഈ വ്യക്തി തീർച്ചയായും ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമാണ്. മുസ്ലിം മൗദ് പറയുന്നു, അബ്ദുൽ ഹക്കീം പട്യാൽവി ഒരു തഫ്സീറും എഴുതിയിരുന്നു. അതിൽ ഒരുപാട് കാര്യം ഹദ്റത്ത് ഖലീഫ അവലിനോട് ചോദിച്ചാണ് അയാൾ എഴുതിയിരുന്നത്. അബ്ദുൽ ഹക്കീം തന്റെ മതം ഉപേക്ഷിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ കാണുകയുണ്ടായി, അവിടുന്ന് പരിഭ്രമിച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. അതായത് ഹദ്റത്ത് ഖലീഫ അവൽ അയാളുടെ മതപരിത്യാഗ പ്രഖ്യാപനത്തിൽ ഉടൻ തന്നെ തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, പോകൂ, എത്രയും പെട്ടെന്ന് എന്റെ ലൈബ്രറിയിൽ നിന്ന് അബ്ദുൽ ഹക്കീമിന്റെ തഫ്സീർ പുറത്തു കളയുക. അയാൾ എഴുതിയ തഫ്സീർ അത് അങ്ങയുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, അതിനെ ഉടൻ തന്നെ അവിടെ നിന്ന് എടുത്തു കളയുക. പറയുന്നു, ഇത് കാരണം എന്നിൽ അള്ളാഹുവിന്റെ കോപം ഇറങ്ങാതിരിക്കട്ടെ. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുകയാണ്, ഏതായിരുന്നാലും അത് വിശുദ്ധ ഖുർആന്റെ തഫ്സീറായിരുന്നു. അതിൽ ഒരുപാട് ആയത്തുകളുടെ തഫ്സീർ ആ വ്യക്തി സ്വയം അദ്ദേഹത്തിൽ നിന്ന്, അതായത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവലിനോട് ചോദിച്ചുകൊണ്ടാണ് എഴുതിയത്. എന്നാൽ ഇത് കാരണം അയാളിൽ അള്ളാഹുവിന്റെ കോപം ഇറങ്ങിയിരിക്കുന്നു. അയാൾ മുർത്തദായിരിക്കുന്നു. അയാൾ എഴുതപ്പെട്ട തഫ്സീർ പോലും അവിടുന്ന് തന്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്തു പുറത്തു കളയുന്നു. തന്റെ ചിന്തയനുസരിച്ച് ഈ ഗ്രന്ഥം മറ്റു ഗ്രന്ഥങ്ങളുമായി കൂടിച്ചേർന്ന് അതിനെയും മലീമസമാക്കും. ഈ ദീനീ ആത്മാഭിമാനവും അള്ളാഹുവിനോടുള്ള ഭയവുമാണ് നമുക്ക് ഒരു മാതൃകയായിട്ടുള്ളത്. പിന്നീട് ചിലർ ആരോപണം ഉന്നയിക്കുന്നു, ജമാഅത്തി ആയ നിലയിൽ ആർക്കെങ്കിലും ശിക്ഷ ലഭിച്ചാൽ, ഏതെങ്കിലും വ്യക്തിക്കെതിരിൽ നടപടി ഉണ്ടായാൽ അയാൾ തന്നെ കുറിച്ച് പറയുന്നു, എനിക്കെതിരിൽ ഇന്ന നടപടിയാണ് ഉണ്ടായത്, അത് തെറ്റായ നടപടിയാണ്. ഇന്ന വ്യക്തിക്ക് എതിരിൽ നടപടി ഉണ്ടായില്ല, അയാളെ സഹായിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു പുതിയ കാര്യം അല്ല. എല്ലാ കാലഘട്ടങ്ങളിലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ കാണാൻ സാധിക്കും. ഇന്നും ആളുകൾ ചെയ്യുന്നു, മുമ്പും ചെയ്യാറുണ്ടായിരുന്നു. അത്തരം ആളുകളെ പരാമർശിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, നിസാം ശരിയായി തീരാൻ വേണ്ടി അഭിപ്രായ ഐക്യത്തിന് ഒരു വൃത്തം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസം വലുതായി തോന്നാം, എന്നാൽ അത് ഏതെങ്കിലും ഒരു കുഴപ്പത്തിന് കാരണം അല്ല എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഉള്ള ആൾക്ക് ജമാഅത്തിൽ ചേരാനുള്ള അനുവാദം നൽകാം. എന്നാൽ മറ്റൊരാൾ ഒരുപക്ഷെ ഇതിനേക്കാൾ കുറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉള്ള ആളായിരിക്കും. എന്നാൽ അയാളുടെ അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും ഫിത്നയ്ക്ക് കാരണമാണ് എങ്കിൽ അയാളെ ജമാഅത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ഒരു സഹോദരൻ ചോദിച്ചു, ഞാൻ ഇപ്പോൾ ഷിയത്തിൽ നിന്ന് പുറത്തു വന്ന്, ഞാൻ ഷിയ ആയിരുന്നു, ഷിയത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ, ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ ശ്രേഷ്ഠനായി മനസ്സിലാക്കുന്നു. കാരണം എന്നിൽ ഷിയത്തിന്റെ സ്വാധീനം കൂടുതലാണ്. ഈ ഒരു വിശ്വാസം നിലനിൽക്കെ എനിക്ക് താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാൻ സാധിക്കുമോ? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് എഴുതി, താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം. എന്നാൽ ഇതിനെതിരിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഏതാനും ആളുകളെ കാദിയാനിൽ നിന്ന് പുറത്തു പോകാൻ കൽപ്പന നൽകി, ശിക്ഷ എന്ന നിലയിൽ. അവരെക്കുറിച്ച് വിളംബരവും പുറപ്പെടുവിച്ചു. എന്നാൽ കാരണം കേവലം ഇത്രമാത്രമായിരുന്നു, അവർ 5 നേര നമസ്കാരത്തിൽ എത്തുമായിരുന്നില്ല. ചിലർ അത്തരക്കാരുണ്ടായിരുന്നു. അവരുടെ മജ്ലിസുകളിൽ ഹുക്കവലിയും നിരർത്ഥക സംസാരവും ഉണ്ടായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് എഴുതുകയാണ്, പറഞ്ഞു തരിക,
ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ ശ്രേഷ്ഠനായി മനസ്സിലാക്കുന്നതിലും ഹുക്ക വലിക്കുന്നതിലും ഏത് കാര്യമാണ് വലിയ കാര്യം? തീർച്ചയായും ഓരോ വ്യക്തിയും ഇത് തന്നെയായിരിക്കും പറയുക. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ശ്രേഷ്ഠനായി മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് വലിയ കാര്യം. ഹുക്ക വലിക്കുന്നത് ചെറിയ കാര്യമാണ്. എന്നാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും ഒരാൾക്ക് തനിക്ക് ബൈഅത്ത് ചെയ്യാൻ അനുവാദം നൽകി. ഹുക്ക വലിക്കുകയും പരിഹസിക്കുകയും ചിരിയിൽ മുഴുകുകയും കാരണം മറ്റുള്ളവരോട് മർക്കസിൽ നിന്ന് പോകാനും കൽപ്പന നൽകി. എന്നാൽ അവിടുന്ന് വിവരിക്കുന്നു, ഒരു സൽക്കാരത്തിന്റെ അവസരത്തിൽ സ്വയം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. തുർക്കിക്കാരുടെ അംബാസിഡർ ഹുസൈൻ കാമി കാദിയാനിൽ വന്നപ്പോൾ അയാൾക്കുള്ള സൽക്കാരത്തിന് സംവിധാനം ചെയ്തപ്പോൾ ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ ചെറുതായിരുന്നു, എന്നാൽ എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. ഒരു സദസ്സിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് മർഹൂം പറഞ്ഞു, ഈ ആളുകൾ സിഗരറ്റ് ശീലം ഉള്ളവരായിരിക്കും. അഥവാ നാം ഒരു സംവിധാനവും ചെയ്യുന്നില്ല എങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതിൽ കുഴപ്പമൊന്നും തന്നെയില്ല. കാരണം ഇത് മദ്യം പോലുള്ള നിഷിദ്ധമായ ഒരു വസ്തുവല്ല. അവിടുന്ന് മദ്യം പോലെ നിഷിദ്ധമല്ലാത്ത ഒരു വസ്തു ഉപയോഗിച്ച കാരണം കൊണ്ട് ഒരാളെ ജമാഅത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ഏതൊരാളാണോ ഞാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ശ്രേഷ്ഠനായി മനസ്സിലാക്കുന്നു, ഇത് പറയുന്നയാളെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം വിശ്വാസം ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും ശ്രേഷ്ഠനാണ് എന്നായിരുന്നിട്ടും അയാൾക്ക് ബയ്യത്ത് ചെയ്യാൻ അനുവാദം നൽകി. അവിടുന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾ സാന്ദർഭിക കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ വലുതായിരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ അത് ചെറുതായിരിക്കും. ചില കാര്യങ്ങൾ സാന്ദർഭിക കുഴപ്പങ്ങളുടെ കാര്യത്തിൽ ചെറുതായിരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ അത് വലിയ കാര്യമായിരിക്കും. ഇതുകൊണ്ട് സാന്ദർഭിക ഫിത്നയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നു, ചെറിയ കാര്യത്തിൽ ആക്ഷൻ എടുക്കുന്നു. എന്നാൽ ഇവർ ആരോപണം ഉന്നയിക്കുന്നവർ ഒരിക്കലും ബുദ്ധി ഉപയോഗിച്ചില്ല. അവരുടെ ലക്ഷ്യം കേവലം ആരോപണം ഉന്നയിക്കുക എന്നതാണ്. ഒരുപാട് ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി പറയുകയും അവരെ പിന്തുണക്കുന്ന ചിലർ ഉണ്ടാകുന്നു. ആർക്കാണോ ശിക്ഷ ലഭിച്ചത് അവർക്ക് യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ് എന്നറിയുകയില്ല. അതുകൊണ്ടാണ് പിന്തുണയുണ്ടാകുന്നത്. ഈ അർത്ഥത്തിൽ അനാവശ്യമായി ഇടപെടൽ ചെയ്യരുത്, ആർക്കു വേണ്ടിയും ശുപാർശയും ചെയ്യരുത്. എന്നാൽ നിസാം മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മാപ്പും ലഭിക്കുന്നു. ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ ഞാൻ പറഞ്ഞതുപോലെ ഇന്നുമുണ്ട്. തെറ്റായ പ്രവൃത്തി ചെയ്യുമ്പോൾ ശിക്ഷ ലഭിക്കുന്നു, അപ്പോൾ പരിഷ്കരണത്തിന് പകരം കൂടുതലായി നിസാമിനെതിരിൽ സംസാരിക്കുന്നു. എന്നിട്ട് ഇതും ഒരു ആവശ്യമായിരിക്കും. ഞങ്ങൾ എപ്രകാരമാണോ ഉള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ നിലനിൽക്കും. അങ്ങനെ തന്നെ ഞങ്ങളെ നിസാമെ ജമാഅത്ത് ഞങ്ങളെ അതിന്റെ ഭാഗമാക്കണം. ഞങ്ങൾ പരിഷ്കരണം നടത്തുകയില്ല. ഇവിടെ വീണ്ടും ഈ കാര്യം വ്യക്തമാക്കാം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തീർച്ചയായും തുർക്കി അംബാസിഡർക്ക് വേണ്ടി അയാളുടെ ആവശ്യമുള്ള സാധനം കൊണ്ടുവന്ന് നൽകി. അത് ഹറാം അല്ല, ഏതുപോലെ സംഭവത്തിനും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹുക്ക വലിക്കുന്നതും മറ്റും വളരെ വെറുപ്പായിരുന്നു. ചില സമയത്ത് അവിടുന്ന് ഇതിനെക്കുറിച്ച് വളരെയധികം വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. തബ്ലീഗിനായി ഏതെല്ലാം മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത്, എപ്രകാരമാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ഒരവസരത്തിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇപ്പോൾ നസാറത്ത് ദഅവത്തെ തബ്ലീഗ് പാംഫ്ലെറ്റ് മുഖേനയാണ് തബ്ലീഗ് ചെയ്യുന്നത്. പാംഫ്ലെറ്റ് വിതരണം ചെയ്യുന്നു, ബ്രോഷർ വിതരണം ചെയ്യുന്നു. എന്നാൽ പാംഫ്ലെറ്റ് അതിന്റെ ഭാരം അധികകാലം ചുമക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അവിടുന്ന് എഴുതുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തബ്ലീഗ് വിളംബരങ്ങളിലൂടെയാണ് നടത്തിയിരുന്നത്. ആ വിളംബരങ്ങൾ 2-4 പേജുകളിൽ ഉൾക്കൊള്ളുന്നതായിരുന്നു. അത് മുഖേന രാജ്യത്തൊരു പ്രകമ്പനം ഉണ്ടാകുമായിരുന്നു. അത് വളരെയധികം പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. ആ കാലഘട്ടം അതനുസരിച്ച് വളരെയധികം എന്നത് 1000-2000 ആയിരുന്നു. ചില സമയത്ത് 10,000 എണ്ണത്തിലും വിളംബരം പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. എന്നാൽ പറയുന്നു, ഇപ്പോൾ നമ്മുടെ ജമാഅത്ത് അനേകം ഇരട്ടിയാണ്. ഇനിയുള്ള
വിളംബര പ്രോപ്പഗണ്ട ഇപ്രകാരമായിരിക്കും. വിളംബരങ്ങൾ 50,000 എണ്ണമോ എന്നല്ല, ലക്ഷക്കണക്കിന് പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് നോക്കുക ഈ വിളംബരങ്ങൾ എപ്രകാരമാണ് ആളുകളുടെ ശ്രദ്ധയെ അതിലേക്ക് തിരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില വാർത്തകൾ മില്യൺ കണക്കിന് എത്തുന്നു, അനേകം ലക്ഷങ്ങളിലേക്ക് എത്തുന്നു. ഇതിന്റെ സ്വാധീനം മറ്റു രാജ്യങ്ങളിലും ഉണ്ടാകുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു വാർത്ത ലഭിച്ചു. സ്വീഡനിലെ ന്യൂസ് ഏജൻസിയോ ടെലിവിഷനോ മറ്റോ അവർ അവിടെ നമ്മുടെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ടു. സ്വീഡനിൽ ഇസ്ലാമിനെ കുറിച്ച് ഇപ്പോൾ വളരെയധികം ശ്രദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് എന്താണ് കാര്യം എന്ന് കേൾക്കുക. ഏത് കാരണം കൊണ്ടാണ് ഉണ്ടായത് എന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കും താങ്കളുടെ ഇന്റർവ്യൂ എടുക്കണം. ഇത്തരത്തിലുള്ള ശ്രദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ പര്യടന വേളയിൽ അവിടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സന്ദേശം എത്തി. ഏതായിരുന്നാലും വിളംബരങ്ങളിലൂടെ, വാർത്തകളിലൂടെ, പ്രസ് മുഖേന വളരെ വിശാലമായ നിലയിൽ സന്ദേശം എത്തുന്നു. അത് സാധാരണ സാഹിത്യങ്ങൾ മുഖേന എത്താൻ സാധിക്കാത്തതാണ്. അതിർത്ത് മുസ്ലിമോദ് പറയുന്നു, അഥവാ വിളംബരങ്ങൾ ആദ്യ വർഷം 12 തവണയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് വർഷത്തിൽ 3 തവണ ആക്കുകയും പേജുകൾ 2 or 4 ആക്കുകയും ചെയ്യുക. എന്നാൽ അത് ഓരോരോ ലക്ഷം ഈ 2 ലക്ഷം എണ്ണത്തിൽ ആവുകയും ആണെങ്കിൽ അറിയാൻ സാധിക്കും അത് എത്രമാത്രം ചലനം ഉണ്ടാക്കിയെന്ന്. ഇപ്പോൾ നാം കാണുന്നു ഈ ചലനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് എണ്ണത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ചിലർ ചില സമയത്ത് പറയുന്നു, പത്രത്തിൽ പരസ്യം നൽകുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? പരസ്യം നൽകുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ട്. കാരണം ആ പത്രത്തിന്റെ സർക്കുലേഷൻ മുഖേന ജമാഅത്തിന്റെ പരിചയം ആളുകളിലേക്ക് എത്തുന്നു. എന്നാൽ ലിറ്ററേച്ചർ നിങ്ങൾക്ക് വളരെ പ്രയാസത്തോടുകൂടി 2 മാസം എത്രത്തോളം വിതരണം ചെയ്യുമോ, ഒരുപക്ഷെ ഒരു പത്രം കൊണ്ട് ഒരു ദിവസം തന്നെ ഒരു വാർത്ത കൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സന്ദേശം എത്തുന്നു. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പത്രങ്ങൾ മുഖേന ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തിന്റെ പരിചയപ്പെടൽ നടക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ജമാഅത്തിന്റെ പ്രസ് മീഡിയ വകുപ്പ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവരും വലിയ പങ്ക് ഇതിൽ വഹിക്കുന്നു. ഇത് വിശാലമായ നിലയിൽ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നു. തബ്ലീഗ് വകുപ്പിന്റെ ജോലി കൂടിയാണ് ഈ പരിചയപ്പെടലിൽ നിന്ന് പൂർണ്ണമായ നിലയിൽ പ്രയോജനമെടുക്കുക. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ഈ മാർഗത്തിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു തവണ പത്രത്തിൽ വന്നു പിന്നെ അവസാനിച്ചു എന്ന തരത്തിലാവരുത്. മറിച്ച് തബ്ലീഗ് വകുപ്പിന്റെ ജോലിയാണ് ഈ മാർഗത്തെ തബ്ലീഗിനു വേണ്ടി ഉപയോഗിക്കുക, ഈ പരിചയത്തെ തബ്ലീഗിനു വേണ്ടി ഉപയോഗിക്കുക. ഇതിനായി പുതിയ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുക. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കുട്ടികളുടെ തർബീയത്തിനു വേണ്ടി ഒരു ലേഖനം എഴുതി. അതിൽ ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കഥയെക്കുറിച്ച് പരാമർശിച്ചു. അവിടുന്ന് എഴുതുന്നു, ജനാബ് ഇമാമുൽ ഹുമാം അലൈഹി സ്വലാത്തു വസ്സലാം സെപ്റ്റംബർ 1898 അസർ നമസ്കാരാനന്തരം എന്റെ അപേക്ഷ അനുസരിച്ച് എനിക്ക് താഴെ ചേർക്കുന്ന ഒരു കഥ കേൾപ്പിച്ചു. അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിലും ദൃഢമായി വിശ്വസിക്കുന്നതിലും യഥാർത്ഥ തക്വയും മനുഷ്യനെ അള്ളാഹു സ്വയം അയാളുടെ സംരക്ഷകനാക്കി തീർക്കുന്നതിന് യോഗ്യനാക്കി തീർക്കുന്നു. ആ മാർഗങ്ങളിലൂടെ അയാളുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നു. ഒരാൾക്കും അറിവ് പോലും ഉണ്ടായിരിക്കുകയില്ല. ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരു മഹാത്മാവ് എവിടെയോ യാത്ര പോവുകയായിരുന്നു. ഒരു വനത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായി വന്നു. അവിടെ ഒരു മോഷ്ടാവുണ്ടായിരുന്നു. അയാൾ വരികയും പോവുകയും ചെയ്യുന്ന യാത്രക്കാരെയും കൊള്ളയടിച്ചിരുന്നു. തന്റെ ശീലമനുസരിച്ച് ഈ മഹാത്മാവിനെയും അയാൾ കൊള്ളയടിക്കാൻ തുടങ്ങി. ആ മഹാത്മാവ് അയാളോട് പറഞ്ഞു, വഫിസ്സമായി റിസ്ഖുക്കും വമാ തുഅദൂൻ, അതായത് ആകാശത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവനം ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നന്മയിൽ നിലനിൽക്കണം എന്ന നിബന്ധനയുണ്ട്. പറയുന്നു, നിങ്ങളുടെ ഉപജീവനം ആകാശത്തിലുണ്ട്. നിങ്ങൾ അള്ളാഹുൽ ഉറച്ചു വിശ്വസിക്കുകയും തഖ്വ സ്വായത്തമാക്കുകയും ചെയ്യുക. മോഷണം ഉപേക്ഷിക്കുക. അള്ളാഹു സ്വയം നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കും. മോഷ്ടാവിന്റെ ഹൃദയത്തിൽ അത് സ്വാധീനമുണ്ടാക്കി. അയാൾ ആ മഹാത്മാവിനെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിച്ചു. തുടർന്ന് ആ കഥ ഇപ്രകാരമാണ്. ഏതുവരെ എന്നാൽ അയാൾക്ക് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ വളരെ ഉന്നതമായ ഭക്ഷണങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അയാൾ മോഷണം നടത്താറുണ്ടായിരുന്നു. എന്നാൽ മോഷണം ഉപേക്ഷിച്ച് അള്ളാഹുവിൽ തവക്കൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ
അയാൾക്ക് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ ഭക്ഷണം ലഭിക്കാൻ തുടങ്ങി. അയാൾ ഭക്ഷണം കഴിച്ച് തന്റെ പാത്രങ്ങൾ തന്റെ കുടിലിന് പുറത്തേക്ക് വലിച്ചെറിയുമായിരുന്നു. के बाहर फेंक देता था। इत्तफाकन फिर वही बुजुर्ग അവിചാരിതമായ ആ മഹാത്മാവ് തന്നെ പിന്നീട് ഒരിക്കൽ അതിലൂടെ കടന്നുപോയി. बड़ा नेक बख्त और मुत्तकी हो गया था। അപ്പോൾ ആ മോഷ്ടാവ് बयान की അദ്ദേഹം വളരെ നല്ലതും മുത്തക്കിയുമായ ആളായി തീർന്നിരുന്നു. ആ മഹാത്മാവിനോട് മുഴുവൻ അവസ്ഥയും അയാൾ വിവരിച്ചു. പറഞ്ഞു, എനിക്ക് ഇനി മറ്റേതെങ്കിലും ഒരായത്തുകൂടി പറഞ്ഞു തന്നാലും. അപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു, यानी आसमान और ज़मीन के रब की कसम, यकीन ये हक है। ये पाक अल्फाज सुनकर उस पर ऐसा असर हुआ ഫറബ്ബിസ് സമാഇ വൽ അർളി ഇന്നഹു ലഹഖ്, അതായത് ആകാശഭൂമികളുടെ നാഥനാണ് സത്യം, തീർച്ചയായും ഇത് സത്യമാണ്. ഈ വിശുദ്ധ വാക്കുകൾ കേട്ട് അയാളിൽ ഇത്രയധികം സ്വാധീനമുണ്ടായി. അള്ളാഹുവിന്റെ മഹത്വത്തെയും പ്രതാപത്തെയും കുറിച്ച് ചിന്തിച്ച് പിടഞ്ഞു വീണു. ഈ അവസ്ഥയിൽ മരിച്ചുപോയി. मजमून में कि तकवा ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു കഥയാണ് ഒരു 8-9 വയസ്സുള്ള കുട്ടികൾക്ക് കേൾപ്പിച്ചത്. പിന്നീട് അദ്ദേഹം തുടർന്ന് കുട്ടികളോട് പറയുന്നു, ലേഖനത്തിൽ തഖ്വ സ്വായത്തമാക്കുന്നതിലൂടെ പ്രകാരമാണ് ധനം ലഭിക്കുന്നത്. ആകാശഭൂമികളിൽ ജീവിക്കുന്നവരെ പരിപാലിക്കുന്ന അള്ളാഹു, അവന്റെ അസ്തിത്വത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അവൻ പരിശുദ്ധനും സത്യവാനുമായ അള്ളാഹുവാണ്. हज़रत मसीह अलैहिस्सलाम के അവൻ നമ്മെ എല്ലാവരെയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ആ അള്ളാഹുവിനെ ഭയപ്പെടുക, അവനിൽ ഉറച്ചു വിശ്വസിക്കുക, നന്മ സ്വായത്തമാക്കുക. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കുട്ടികളുടെ അവസ്ഥ ഇതായിരുന്നു. അവർക്ക് ഈ പാഠമാണ് നൽകിയിരുന്നത്. ഇത് ഇന്നുള്ള വലിയവർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസകരമാണ്. എല്ലായ്പ്പോഴും നമ്മളിൽ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്, തഖ്വയിൽ ചരിക്കാനായി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ഇത്രമാത്രം വിശ്വാസമുണ്ടായിരിക്കണം, അതിൽ അടിയുറച്ചു നിൽക്കണം. അവൻ തന്നെയാണ് നമ്മെ പരിപാലിക്കുന്നവൻ, അവൻ തന്നെയാണ് നമ്മെ വളർത്തുന്നവൻ. ഇതിൽ ഒരു സംശയവും ഉണ്ടാവരുത്. അവൻ തന്നെയാണ് പരിശുദ്ധനും സത്യവാനുമായ ദൈവം. चाहिए और उसी से हर वक्त हमें അവനെ തന്നെയാണ് നാം ഭയക്കേണ്ടതും അവനോട് എല്ലായ്പ്പോഴും നാം ചോദിക്കേണ്ടതാണ്. അവന്റെ മുന്നിലാണ് നാം കുനിയേണ്ടത്. അവനിലാണ് നാം എല്ലായ്പ്പോഴും ഉറച്ചു വിശ്വസിക്കേണ്ടത്. ഇത് തന്നെയാണ് നന്മ. ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും സ്വായത്തമാക്കേണ്ടത്. ഇത് വിശ്വസിക്കുകയും ഇതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ളതാണ്. ഈ പാഠത്തിന് കുട്ടികളെക്കാൾ പ്രാധാന്യം വലിയവർക്കുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം आजकल के ഇത്തരം കാര്യങ്ങളെ വിസ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, തഖ്വയിൽ നിന്ന് ചിലപ്പോൾ ചിലർ ദൂരപ്പെടുമ്പോൾ, അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്നതിന് പകരം ആളുകളിൽ കൂടുതൽ വിശ്വാസമുണ്ടാകുമ്പോൾ അവർ ഓർക്കേണ്ടതാണ്, യഥാർത്ഥ വിശ്വാസം അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ആയിരിക്കേണ്ടതാണ്. खुदा ताला की जात पर होना चाहिए। बस अल्लाह ताला करे നമ്മളിൽ എല്ലാവരിലും അള്ളാഹു ഈ തഖ്വ ഉണ്ടാക്കുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഞാൻ उसके बाद में ഗായിബായ 2 ജനാസ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഒരു ജനാസ ബഹുമാനപ്പെട്ട അൽഹാജ് ഡോക്ടർ ഇദ്രീസ് ബംഗോറ സാഹിബ്, നായിബ് അമീർ അവൽ സിറാലിയൂൺ ആണ്. അദ്ദേഹം മെയ് 3, 2016 जो 3 मई അല്പകാലം രോഗി, അതിനുശേഷം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ബോ നഗരത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അഹമ്മദിയത്ത് സ്വീകരിച്ചു. 1968 മജ്ലിസെ ആമിലയുടെ മെമ്പറായി. മരണം വരെ ഏതെങ്കിലും ഒരു ഭാരവാഹിത്വത്തിലൂടെ ജമാഅത്തി സേവനത്തിലുള്ള തൗഫീക്ക് ലഭിച്ചു. നീണ്ട വർഷം ഡെപ്യൂട്ടി അമീറായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. വിജയശ്രീ ലാളിതനായ മുബല്ലിഗായിരുന്നു. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിലൂടെ അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. വീട് പള്ളിയിൽ നിന്ന് ദൂരത്തിലായിരുന്നിട്ടും ഫജറും മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കുമായിരുന്നു. അവധി ദിവസങ്ങളിൽ രാവിലെ മുതൽ അസ്ർ വരെയുള്ള സമയം പള്ളിയിൽ കഴിച്ചുകൂട്ടുകയും വിശുദ്ധ ഖുർആൻ ഓതുന്നതിലും നഫലുകളിലും സമയം കഴിച്ചുകൂട്ടും. ജുമാ കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളായിരുന്നു. MTA-യിൽ കാലത്തിന്റെ ഖലീഫയുടെ ഖുതുബ സ്ഥിരമായി കേൾക്കുമായിരുന്നു. എല്ലായ്പ്പോഴും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. സഹായം ചോദിക്കുന്ന എല്ലാവരെയും സഹായിക്കും. ജോലിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഡോക്ടറായിരുന്നു. मदद के ताले എന്നിട്ടും की मदद करते ജമാഅത്തിനു വേണ്ടി അദ്ദേഹം ഒരർത്ഥത്തിൽ ജീവിതം വഖഫ് ചെയ്തിരിക്കുകയായിരുന്നു. उसके बावजूद റീജിയണൽ മിഷണറി ബോ അക്കീൽ അഹമ്മദ് സാഹിബ് എഴുതുന്നു, എല്ലായ്പ്പോഴും ജമാഅത്ത് അംഗങ്ങൾ സഹായത്തിനായി അപേക്ഷിച്ചു വന്നാൽ ബജറ്റിൽ അതിനുള്ള ഇടം ഇല്ല എങ്കിൽ മിഷണറിയുടെ അടുത്ത് അപേക്ഷയുമായി വരുമ്പോൾ മിഷണറി അത്തരം ആളുകളെ ഡോക്ടർ സാഹിബിന്റെ അടുത്ത് കൊണ്ടുപോകും. ഒരിക്കലും തന്നെ मिशनरी के पास जब दरख्वास्त लेके आते तो मिशनरी ऐसे लोगों को डॉक्टर साहब के पास ले जाते। അദ്ദേഹത്തിന്റെ അടുത്ത് ആരെങ്കിലും സഹായത്തിന് വേണ്ടി വരികയും
അവരെ സഹായിക്കാതിരിക്കുകയും ചെയ്തതായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മർഹൂം അങ്ങേറ്റം സ്നേഹവും അനുകമ്പയുമുള്ള വ്യക്തിയായിരുന്നു. വഖഫെ സിന്ദഗികളെ വളരെ ശ്രദ്ധയോടുകൂടി ചികിത്സിക്കുമായിരുന്നു. ആവശ്യമായ മരുന്നുകൾ തന്റെ പക്കൽ നിന്ന് നൽകുമായിരുന്നു. എന്നിട്ട് അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയും. ദരിദ്രരെ സൗജന്യമായി ചികിത്സിക്കുകയും എന്നല്ല, വന്നുപോകാനുള്ള ചെലവും സ്വയം നൽകുമായിരുന്നു. ഒരുപാട് രോഗികളുടെ ഹർണിയയുടെ ഓപ്പറേഷൻ സൗജന്യമായി ചെയ്തു നൽകി. ആരോഗ്യം നല്ല അവസ്ഥയിൽ അല്ലാതിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു രോഗി വന്നാൽ അയാളെ ഹോസ്പിറ്റലിൽ അയക്കുകയും ഫീസ് സ്വയം നൽകുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിലൂടെ ഒരു മുഖ്ലിസ് അഹമ്മദി ഡോക്ടർ അൽഹാജ് ഷെഖു താമു സാഹിബ് ബയ്യത്ത് ചെയ്തു. ജമാഅത്തിന് ഒരു ഭൂമിയുടെ കഷ്ണം സമ്മാനമായി അദ്ദേഹം നൽകുകയും ചെയ്തു. ഡോക്ടർ ബംഗോറ സാഹിബിന് ഇദ്ദേഹം പിന്നീട് വന്ന് ത്യാഗത്തിൽ മുൻകടന്നിരിക്കുന്നു എന്നറിയാൻ സാധിച്ചപ്പോൾ അദ്ദേഹം നഗരത്തിന്റെ മധ്യത്തിൽ ഒരു സ്ഥലം ജമാഅത്തിന് പള്ളിക്കായി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ പള്ളിയുടെ നിർമ്മാണത്തിനായി 35,000 ലൂൺസ് തുകയും നൽകി. മർഹൂം അഹമ്മദിയത്തിന്റെ ആഷിക്കും അഹമ്മദിയ ഖലീഫമാർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ ദുആ ചെയ്യുന്ന മഹാത്മാവുമായിരുന്നു. മൂസിയായിരുന്നു. മറ്റു സാമ്പത്തിക പദ്ധതികളിലും മുൻകടന്ന് ഭാഗമാക്കുമായിരുന്നു. ഈ ആളുകൾ വിദൂര രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വിശ്വസിച്ചപ്പോൾ അതിൽ പുരോഗതി കൈവരിച്ചു മുന്നേറി. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ തലമുറകളിലും അഹമ്മദിയത്തിനെ നിലനിർത്തുമാറാകട്ടെ. എപ്പോഴും ആത്മാർത്ഥതയുടെ ബന്ധം വെക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാനപ്പെട്ട ഖാലിദ് സൈഫുല്ലാസ് ഖാൻ സാഹിബ് നായിബ് അമീർ ഓസ്ട്രേലിയയുടെ ഭാര്യ ബഹുമാനപ്പെട്ട മൻസൂറ ബേഗം സാഹിബയുടേതാണ്. ഇവർ ജൂലൈ 21, 2016 ഓസ്ട്രേലിയയിൽ വെച്ച് വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന, ദുആ ചെയ്യുന്ന, തഹജ്ജുദ് നമസ്കരിക്കുന്ന, അഹമ്മദിയത്തിനു വേണ്ടി ആത്മാഭിമാനമുള്ള, ഖിലാഫത്തുമായി അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ ബന്ധമുള്ള നന്മ നിറഞ്ഞ മഹദിയായിരുന്നു. ഹോസ്പിറ്റലിലും നമസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. അവസാന കാലത്തെ രോഗം കാരണം നമസ്കാരം മറന്നുപോകുമായിരുന്നു. അപ്പോൾ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ ഓർമ്മിപ്പിക്കുകയും നമസ്കരിപ്പിക്കുകയും ചെയ്യുക. അവർക്ക് സദർ ലജ്നായുമായില്ല, ഓസ്ട്രേലിയയും സദർ ലജ്നായുമായില്ല, ലിബിയയായും അതുപോലെ പാകിസ്ഥാനിൽ നർലേബയിലും ഹൽക്ക സിവിൽ ലൈൻ ലാഹോറിലും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. തന്റെ ടീം തയ്യാറാക്കി പ്രവർത്തിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആനോട് സ്നേഹമുണ്ടായിരുന്നു. സ്ഥിരമായി തിലാവത്ത് ചെയ്യുമായിരുന്നു. തന്റെ കുട്ടികളെ കൂടാതെ അനഹമ്മദി കുട്ടികൾക്കും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. മർഹൂമ മൂസിയായിരുന്നു. വളരെ ചിന്തയോടുകൂടി തന്റെ ചന്തകൾ നൽകുമായിരുന്നു. ഹിസ്സ ജായിദാദും ഹിസ്സ ആമദും 2016 ജൂലൈ വരെയുള്ളത് നൽകിക്കഴിഞ്ഞിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭർത്താവിനെ കൂടാതെ 2 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ട്. എല്ലാവരും വിവിധ രീതിയിൽ ദീനീ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇവരുടെ ഒരു മകൻ ഇവിടെയാണ് താമസിക്കുന്നത്, ഉമർ ഖാലിദ് സാഹിബ്. ലണ്ടനിലെ ഒരു ഹൽക്കയുടെ സദർ ജമാഅത്താണ്. ഇവരുടെ ഒരു മകൻ ഓസ്ട്രേലിയയിൽ നാഷണൽ സെക്രട്ടറി വഖഫെ ജദീദാണ്. അള്ളാഹു മർഹൂമയുടെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി അള്ളാഹു പെരുമാറുമാറാകട്ടെ. ഇവരുടെ തലമുറകളിലും എല്ലായ്പ്പോഴും ഇഖ്ലാസും കൂറും നിലനിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم
وادعوه يستجب لكم ولذكر الله أكبر